അച്ഛന് നെഞ്ചുവേദന വന്നതല്ല വിഷ്ണുവേട്ടാ, വരുത്തിയതാ. എന്ത് വരുത്തിയതോ? അതെ, ഇന്നലെ ഒരാൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി. അച്ഛനായി ഉന്തും തള്ളും ബഹളം ഒക്കെയായി. അച്ഛൻ തലയിടിച്ച് വീഴുകയും ചെയ്തു. എന്നിട്ട് ഇതെന്താ ആരും എന്നോട് പറയാതിരുന്നേ? വന്നതാരെന്നറിയോ? വിഷ്ണുവേട്ടന്റെ അച്ഛന്റെ അനുജനാണെന്ന് പറഞ്ഞത്. അയാൾ ഒരു ദുഷ്ടനാ വിഷ്ണുവേട്ടാ. അച്ഛനെയും സത്യാമ്മയും ഒരുപാട് ചീത്ത പറഞ്ഞു, ഉപദ്രവിക്കുകയും ചെയ്തു. അയാളെ വെറുതെ വിടരുത്. ഒരടിയെങ്കിലും എനിക്ക് വേണ്ടി അയാൾക്ക് കൊടുക്കണം വിഷ്ണുവേട്ടാ. അതെന്റെ ഒരു കൊട്ടേഷനാ. കിഷോർ 1986 പുറപ്പെടുവിച്ചതാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം. അതേക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ ലംഘിച്ചാലുള്ള ഭവിഷ്യത്ത് കൂടി പറഞ്ഞിട്ട് ഞാൻ ഫോൺ വയ്ക്കാം. നിയമങ്ങളിലും ചട്ടങ്ങളിലും വീഴ്ച വരുത്തുന്നവർക്ക് 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ഉണ്ടാകാം. പിന്നെ തന്റെ ഇപ്പോഴത്തെ നിയമലംഘനത്തിന്റെ കാഠിന്യം അനുസരിച്ച് ശിക്ഷാ നടപടികൾ കൂടാനേ സാധ്യതയുള്ളൂ. ദേ, ഇനിയൊരു പറച്ചിലില്ല, കേട്ടല്ലോ? പറഞ്ഞു നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ അനുഭവത്തിൽ വരുമ്പോൾ പഠിച്ചോളും. ആ അമ്മ. മോളെ, ശ്യാമ ഇവിടെ നിന്ന് ഇറങ്ങി. നിനക്കറിയാലോ, കുറച്ചു ദിവസമായിട്ട് അവൾ ഇവിടെ ഒരു കണക്കിനാ നിന്നിരുന്നത്. അവിടെ ചെല്ലുമ്പോ രോഹിത് എന്തെങ്കിലും ചെയ്യോ? എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. ഹേയ്, പേടിക്കാൻ പോയാൽ പിന്നെ എല്ലാത്തിനും പേടിക്കണമല്ലോ. ഇതിപ്പോ എന്തായാലും ശ്യാമ അവന്റെ അടുത്തേക്ക് തന്നെ പോകേണ്ടതല്ലേ. എല്ലാ കാലവും അമ്മയോടൊപ്പം നിർത്താൻ പറ്റില്ലല്ലോ. അതില്ല, എന്നാലും രോഹിത്തിന്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ചിട്ടേ ചിലപ്പോ ഇതിലവൻ നന്നായാലോ. ഒരു കുടുംബമായിട്ട് പഴയ പോലെ ജീവിക്കണമെന്നൊരു ചിന്ത വന്നൂടാന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നല്ലത്. പപ്പിമോളെ ചിലപ്പോ സ്കൂളിൽ നിന്ന് അവള് കൂട്ടിക്കൊണ്ടു പോവായിരിക്കും അല്ലേ? സത്യ വിളിക്കാൻ ചെല്ലുമ്പോ അമ്മ നോക്ക്. പപ്പിയെ ശ്യാമ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോയിട്ടില്ലെങ്കിൽ അമ്മ മോളെ ഇങ്ങോട്ട് കൊണ്ടുപോരാ. ഓ, പിന്നെ ശ്യാമ സൗകര്യം പോലെ വന്ന് കൊണ്ടുപോയാൽ മതിയല്ലോ. അവരൊന്നിച്ച് ജീവിക്കുന്നെങ്കിൽ ഒന്നിച്ച് ജീവിക്കട്ടെ. ഇനി നമ്മളായിട്ടൊരു തടസ്സം ഉണ്ടാക്കണ്ട. എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു പേടിയുണ്ട് മോളെ. പരസ്പരം മനസ്സിലാക്കി ഒന്നിച്ച് കഴിയാൻ പറ്റുമെങ്കിൽ ഒന്നിച്ച് കഴിയട്ടെ അമ്മേ. വേർപെട്ട് കഴിയുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ ശരിക്കും അറിയാവുന്നതുകൊണ്ട് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ ഞാൻ ശ്യാമയോട് പറയുന്നത്. പരസ്പരം മത്സരിക്കാൻ പോയാൽ കൈവിട്ട് പോകുന്നത് ജീവിതം. അറിയാം മോളെ, അവിടെ ചെന്നാലും വഴക്കും ബഹളമൊന്നും ഇല്ലാതെ ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. അതേ ഉള്ളൂ ഒരു പ്രാർത്ഥന. മാഡം, അമ്മ വെച്ചോ, ഞാൻ വിളിച്ചോളാം. ആ ശരി. പറയാനു മാഡം, ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. വിഷ്ണു സാറിന്റെ വീടില്ലേ, അതായത് രോഹിത് ഇപ്പോ ലേലത്തിൽ പിടിച്ച വീട്, ആ വീട് കേന്ദ്രീകരിച്ച് ചില ബിസിനസ്സുകൾ രോഹിത് പ്ലാൻ ചെയ്യുന്നുണ്ട്. രോഹിത് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കല്ല, സുസ്മിതയും ചന്ദ്രബോസും എല്ലാരും ഉണ്ട്. അവരെന്തൊക്കെയോ അവിടെ പ്ലാൻ ചെയ്യാനുള്ള ഒരുക്കത്തില്ല. രോഹിത് ഒരു വരുമാന മാർഗം ഉദ്ദേശിച്ചായിരിക്കും ചിലപ്പോ. വരുമാനമൊക്കെ ഉണ്ടാവും, പക്ഷെ സംഗതി ഇല്ലീഗലാ. അറിഞ്ഞിടത്തോളം മൊത്തത്തില് തലവേദനയ്ക്കുള്ള വകുപ്പ് ഒപ്പിച്ചു വെച്ചേക്കുന്നത്. എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നടത്താൻ പോകുന്നത്
നേരായ മാർഗത്തിലൂടെ കാശുണ്ടാക്കാനുള്ള ഒരു വഴിയല്ല. പിടിക്കപ്പെട്ട രോഹിത്തിന്റെ തലയിൽ എല്ലാം കൂട്ടിക്കെട്ടി വെച്ചിട്ട് ചന്ദ്രബോസ് സുസ്മിതയും വലിയും. ഇതിന്റെ അവസാനം അങ്ങനെ തന്നെ ആവാനേ വഴിയുള്ളൂ. ഇപ്പൊ അമ്മ വിളിച്ചത് അത് പറയാനാ. ആ വീട്ടിലേക്ക് ശ്യാമ ചെന്ന് കയറിയിട്ടുണ്ടെന്ന്. എന്തായാലും ആ സമയത്ത് നമ്മുടെ ഒരാൾ അവിടെ ഉള്ളത് നല്ലതാ. എന്തെങ്കിലും രീതിയിൽ അവിടെ നടക്കാൻ പാടില്ലാത്തതാണ് നടക്കുന്നതെങ്കിൽ ശ്യാമ നമ്മളെ വിവരം അറിയിക്കുമല്ലോ. പ്രതീക്ഷിക്കാം. എന്തായാലും മനു ഒന്ന് ശ്രദ്ധിച്ചോ. കൈവിട്ടു പോയെങ്കിലും ആ വീട് നമുക്കങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റില്ലല്ലോ. ശരി മാഡം. എന്തായിരിക്കും അവരവിടെ ചെയ്യാൻ പോകുന്നത്? പെട്ടെന്നാവട്ടെ. ഒരൊറ്റ കുപ്പിയും ഒരൊറ്റ ലേബലും ഇവിടെ എങ്ങും ഉണ്ടാവരുത്. ഒരു കുപ്പി പൂള് പോലും തെളിവിനായി ഇവിടെ ഇട്ടേക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. സൂക്ഷിച്ച് പൊട്ടിക്കരുത്. ഇതൊക്കെ എങ്ങോട്ടായി മാറ്റുന്നേ? അതെ, ചന്ദ്രബോസിന്റെ നിയന്ത്രണത്തിലുള്ള ഏതോ ഗോഡൌണിലേക്കാ. മഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലം. അപ്പൊ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർഡറൊക്കെ എന്ത് ചെയ്യും? ആദ്യം ചുവടൊന്ന് ഉറപ്പിക്കാൻ നോക്കട്ടെ, എന്നിട്ട് മതി കച്ചവടം. പുരപണിയുമ്പോ അടിത്തറക്കെട്ട് നന്നായി കെട്ടി പണിയണമെന്ന് പറയാറില്ലേ? അത് തന്നെയാ നമ്മളിപ്പോ എവിടെയും ചെയ്യുന്നത്. ആദ്യം സേഫ് ആയിട്ടൊരു സ്ഥലം കിട്ടട്ടെ, എന്നിട്ടാവാം ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. കൈ തൊട്ട പണം വരുന്ന ബിസിനസ് ആയത്. ശത്രുക്കൾ കൂടും, അതുപോലെ ബന്ധുക്കളും. രണ്ടു കൂട്ടിനെ അകറ്റി നിർത്തിക്കൊണ്ട് വേണം ഇനി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ല, ഈ ചതി എവിടുന്ന് വന്നെന്ന് വല്ല സൂചന വല്ലതും ഉണ്ടോ? അത് ബോസ് പറഞ്ഞില്ല, പക്ഷേ കൂട്ടത്തോടെ പൊക്കാനായിരുന്നു പ്ലാൻ. അത് കൃത്യമായിട്ട് ക്രൈംബ്രാഞ്ചും എക്സൈസും സംയുക്തമായിട്ട് ഒരു അറ്റാക്കിന് മുതിരണമെങ്കിൽ ഭംഗിയായി ഈ വിവരങ്ങൾ അറിയാവുന്ന ഒരാൾ പണിതിട്ടുണ്ട്. നമ്മളെ അറിയാവുന്ന, നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആരോ ഒരാൾ. അതാരാണെന്ന് കണ്ടെത്തി അവന്റെ 16-നുള്ള പൂജാ സാധനങ്ങൾ കുറിക്കുന്ന ചടങ്ങ സുസ്മിത വന്നതിന് ശേഷം ഇവിടെ നടക്കാൻ പോകുന്നു. എന്താ ഒരൊറ്റ നടന്നു. നമ്മളിവിടെ ഇങ്ങനൊരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിനൊരു സംശയം. അത് ചോദിച്ചത് ചന്ദ്രബോസിനോടും. ആരാ പറഞ്ഞതെന്ന കാര്യം അവര് പറഞ്ഞില്ല. അതാരായിരിക്കും? നമ്മുടെ കൂട്ടത്തിൽ നിന്നും നമ്മളെ ഒറ്റാൻ ധൈര്യം കാണിച്ച ജീവനിൽ പേടിയില്ലാത്തവൻ. അവൻ ആരായാലും അവന്റെ കാര്യം പോക്ക. എങ്കിൽ വേറെ ആരെയും സംശയക്കണ്ണോടുകൂടി നോക്കൊന്നും വേണ്ട. ഒറ്റ നടത്തിയിരിക്കുന്നത് സുസ്മിതയുടെ ചിറകിനടി ഒളിച്ചിരിക്കുന്നത് തന്നെയാ. ജഗദീപ്. അവനറിയാതെ ഈ രഹസ്യങ്ങളൊന്നും പുറത്തു പോവില്ല. അതിനുള്ള ധൈര്യമൊക്കെ അവനുണ്ടോ? അവനുമായിട്ടുള്ള ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ അവനെ അളന്നതാണ്. പൊട്ടത്തരങ്ങളിലൂടെ കൂടെ നിന്ന് വിശ്വാസം ഊട്ടി ഉറപ്പിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്താൻ അവൻ മിടുക്കനാ. ചതിയുടെ വഴി വന്നിരിക്കുന്നതും ആ വഴിക്ക് തന്നെ. അവനെ പൊക്കി 2 എണ്ണം പൊട്ടിച്ച ഏതൊക്കെ ഏമാന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് കുമ്പസാരക്കെട്ട് അഴിച്ചിട്ടുണ്ടെന്ന് അവനെ കൊണ്ട് തന്നെ പറയിക്കാൻ പറ്റും. ഉപേന്ദ്ര, ഇറങ്ങി വേണം. ആണുങ്ങളില്ലാത്ത നേരം നോക്കി കുടുംബത്ത് കയറി പോക്കൃത്തരം കാണിച്ചിട്ട് നീ അകത്ത് കയറി അടയിരിക്കാണല്ലടാ. ഓ, അത് ശരി. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ബിസിനസ് ആണല്ലേ?
പവിത്രമായിട്ടുള്ള എന്റെ വീട്, എന്റെ അമ്മ ദിവസവും പ്രാർത്ഥനയോടെ വിളക്ക് കത്തിച്ചിരുന്ന എന്റെ വീട്, നീയൊക്കെ പട്ടച്ചാരം കൊണ്ട് ബിസിനസ് തുടങ്ങിയില്ലടാ. എങ്ങനെ തോന്നിയ മഹാഭാവി നിനക്ക്? നിനക്ക് ഈ വീട്ടിൽ വെച്ച് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയണം പട്ടി. വിട് വിഷ്ണു, വിട് അവനെ, വിടാൻ വിടാനല്ലേ പറഞ്ഞേ? അതിന്റെ ക്രെഡിറ്റ് രോഹിത്തിനല്ല, എനിക്കാ. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ ഈ വീട് ഞാൻ കുളം തോണ്ടുന്നു, എന്നിട്ട് ആ കുളത്തിൽ അർമാദിച്ച് കുളിക്കുന്ന. കുളിക്കാനല്ല, നിന്നെയൊക്കെ കുളിപ്പിച്ച് കിടത്താനാടി ഞാൻ വന്നിരിക്കുന്നത്. എന്റെ അച്ഛനെ നീ കൈവയ്ക്കുമല്ലടാ. എടാ, നിന്റെ അച്ഛനാവുന്നതിന് മുമ്പ് അയാളെന്റെ ചേട്ടനായിരുന്നു. അതിനു മുമ്പ് അയാളൊരു ചതിയനായിരുന്നടാ. സ്വന്തം കൂടപ്പിറപ്പിനെ ഒരു ദയാദാക്ഷിണ്യം നോക്കാതെ ചതിച്ച ദുഷ്ടൻ. അയാളുടെ പുക കണ്ടിട്ട് ഞാനിനി മലേഷ്യയിലേക്കുള്ളൂ. നീ ഇനി ഒരിടത്തേക്കും പോകുന്നില്ല. ഇവിടെ ഈ നിമിഷം നീ പെടഞ്ഞു വീഴാൻ പോണം. രംഗ, ഓവി, ചെന്നൈ പേ പിടിച്ച നായെ പിടിച്ച് പുറത്താക്കടാ. നോക്കിയിരിക്കാതെ പോടാ. അവിടെ നിൽക്കണം. വാടാ. ഇത് നിനക്ക് വീടല്ല, ദേവാലയ. കാരണം കേറിക്കിടക്കാൻ ഇടവില്ലാത്ത നിനക്ക് എന്റെ അമ്മ ഒരുക്കി തന്ന ദേവാലയം തന്നെയാണ് ഇത്. ആ വീട്ടിലാടാ നീ വാറ്റ് കേന്ദ്രം തുടങ്ങിയത്. എന്റെ അമ്മ എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചല്ലടാ നിന്നെ. ആ നീ പാല് തന്ന കൈക്ക് എന്നെ നീ തിരിച്ചു കൊത്തി. അല്ലടാ പൊന്നെ. ഇത് നിന്നെ മകനെ പോലെ സ്നേഹിച്ച എന്റെ അച്ഛനും അമ്മയും ക്രൂരമായി ചതിച്ചേല്. ഇനി ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ച എന്നെ നീ തൊട്ടുപോകരുത് എന്റെ ഭർത്താവിനെ. വിഷ്ണുച്ച, വേണ്ട വിഷ്ണുച്ച.
എന്റെ അച്ഛനൊന്നും ചെയ്യല്ലേ വിഷ്ണു അച്ഛ, ഒന്നും ചെയ്യല്ലേ വിഷ്ണു അച്ഛ. ഇതിപ്പോ ഞങ്ങളുടെ വീടാ. ഞാനും എന്റെ ഭർത്താവും ദേ എന്റെ മോളും താമസിക്കുന്ന വീട്. ഇവിടെ ഞങ്ങൾ പല ബിസിനസ്സും ചെയ്യും. പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കണം. ദേ ഇനി എന്റെ ഭർത്താവിനെ നിങ്ങൾ തൊട്ടാ ഭവനഭേദനത്തിന് നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. ഇറങ്ങിപ്പോവാൻ ഞാൻ പറയില്ല, പക്ഷേ പോകേണ്ടത് നിങ്ങളുടെ മര്യാദയാ. വേണ്ട വിഷ്ണു അച്ഛ, എന്റെ അച്ഛൻ പാവാ. എന്റെ അച്ഛനെ ഉപദ്രവിക്കണേ വിഷ്ണു അച്ഛ. ഇല്ല, ഇനി വിഷ്ണുച്ചൻ ഉപദ്രവിക്കില്ല. പക്ഷെ എന്റെ മോൾക്ക് വല്ല ആപത്തും വന്നു വിഷ്ണുച്ചൻ അറിഞ്ഞ വിഷ്ണുച്ചൻ വരും. അത് വിഷ്ണുച്ചന്റെ കടമയാ. ഇപ്പൊ ഞാൻ പോവാ. ഇപ്പൊ ഈ നിമിഷം ഇവിടുന്ന് എല്ലാ സാധനങ്ങളും മാറ്റിക്കോണം. ഈ കിടക്കുന്ന ഒരു ചാരായ കുപ്പി പോലെ ഇനി ഇവിടെ കണ്ടുപോരുത്. കണ്ട ഇതായിരിക്കില്ല നിന്റെയൊക്കെ ഗതി. കേട്ടടാ? വിഷ്ണു പോട്ടെ. ഇതെല്ലാം നൂർജഹാന്റെ കണ്ടെത്തലുകളാണ്. ഇവിടെ നിന്നെല്ലാം ഓർഡർ കിട്ടുമെന്ന് തന്നെയാണ് നൂർജഹാൻ പറയുന്നത്. എല്ലാം അടുത്തടുത്ത കടകൾ തന്നെയായിരിക്കും. ഒന്നിച്ച് ഓർഡർ കിട്ടിയാൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ എളുപ്പമാണേ. സ്ഥിരമായിട്ട് ഓർഡർ കിട്ടുന്ന കുറച്ച് കടകൾ നമുക്ക് കിട്ടിയാൽ കാര്യങ്ങൾ വലിയ നഷ്ടമില്ലാതെ പോകും. എന്തായാലും തുടങ്ങിയതല്ലേ ഉള്ളൂ. ഓരോ ദിവസവും ഒരു 5-8 കടകൾ വീതം ഓർഡർ എടുക്കുക തന്നെ ചെയ്യണം. ആദ്യത്തെ ഒരു കഷ്ടപ്പാട് ഗവനിക്കേ വേണ്ട. അത് പിന്നെ ഏത് ജോലിക്കായാലും അതിൻ്റെതായ കഷ്ടപ്പാടുകൾ ഉണ്ടാവുമല്ലോ. കഷ്ടപ്പാടുകൾ മാത്രമല്ല, സാമ്പത്തികവും 1-2 മാസം കഴിഞ്ഞ് വന്നു തുടങ്ങും. പല കടകളിലും ഇപ്പൊ കൊടുക്കുന്നത് വിറ്റുപോയതിനു ശേഷം പണം എന്ന രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അതേ ഇപ്പൊ നടക്കൂ. നമ്മൾ കൊടുത്തില്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ വേറെ ആളുണ്ടാവുന്നേ.
അത് ശാലിനി കുഞ്ഞിന്റെ കാറ് പോലെ ഉണ്ടല്ലോ. അല്ല, ഇതാണ് ശാലിനി കുഞ്ഞോ? സാറിനെ കാണാൻ ഇറങ്ങിയതാവും. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം കണ്ടില്ലല്ലോ. എനിക്കൊന്ന് കാണണമെന്നുണ്ട്. സാറ് അകത്ത് കിടക്കയാ. മോളകത്തേക്ക് കയറ്.